ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സംഗീത. ഇന്ന് ചുരക്ക കൊണ്ട് വളരെ എളുപ്പത്തിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു വിഭവമാണ് ഇത്. നമുക്ക് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടും അതുപോലെ തന്നെ ചപ്പാത്തിക്കൊക്കെ ഒരു നല്ലൊരു കറിയായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചുരക്ക എടുത്തിട്ടുണ്ട്. ഇത് വളരെ മൂപ്പ് കുറഞ്ഞിട്ടുള്ള ഒരു ചുരക്കയാണ്. ചെറിയ ചുരക്കയാണ് കേട്ടോ. ഒരു കറിക്കൊക്കെ എടുക്കാൻ പാകത്തിനുള്ള ഒരു ചെറിയ ചുരക്കയാണ്. അപ്പം ഞാൻ രണ്ട് സൈഡും ചെത്തിക്കളഞ്ഞ് നമുക്കിതിൻ്റെ ആദ്യം ഇതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് എടുക്കണം. അപ്പോൾ നടു കട്ട് ചെയ്തപ്പോൾ കണ്ടില്ലേ, ഒട്ടും കുരു വയ്ക്കാത്ത ചള്ള് ചുരക്കയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ തോല് ഇതുപോലെ ഒന്ന് പീൽ ചെയ്തിട്ട് എടുക്കുകയോ അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇങ്ങനെ നമ്മൾ പൊട്ടാറ്റോ ഒക്കെ ചുരണ്ടി കളയുന്ന പോലെ തന്നെ ഇതിൻ്റെ തോല് എളുപ്പത്തിൽ ഇതുപോലെ ചുരണ്ടി കളയാവുന്നതാണ്. അപ്പോൾ കുറച്ച് മൂത്ത ചുരക്കൊക്കെ നമ്മൾ കുമ്പളങ്ങയ്ക്കൊക്കെ തോല് കളയുന്ന പോലെ ഒന്ന് ചെത്തി കളയേണ്ടതായിട്ട് വരും. ഇത് അതിനൊന്നും ഇല്ല. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്കിതിൻ്റെ ഈ തോല് ഇതുപോലെ ചുരണ്ടി കളയാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുരണ്ടി പിന്നെ കുരുവൊന്നും കളയാനായിട്ടില്ല. അത് കാരണം കൊണ്ട് തന്നെ ഇതുപോലെ ഞാൻ ചെറിയ പീസ് ഒരു ഏകദേശം 1 സെൻറ്റിമീറ്റർ കനത്തിലുള്ള പീസുകളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. മൂപ്പ് കുറഞ്ഞതായ കാരണം കൊണ്ട് ഞാൻ മുഴുവനായിട്ട് എടുത്തു. കുരുവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് നിങ്ങൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ വേണ്ടത് ഒരു സവോളയാണ്. അത് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 3-4 വെളുത്തുള്ളി ചതച്ചെടുക്കുക. പിന്നെ ഒരു 2 പച്ചമുളക് നടുകെ കീറിയിട്ട് ഒരു തണ്ട് കറിവേപ്പില. അപ്പോൾ ഇത് വളരെ കുറച്ച് സാധനങ്ങൾ നമ്മുടെ കറിക്കായിട്ട് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു നാടൻ റെസിപ്പിയാണ്. അത് കാരണം കൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം സവോള ഇട്ട് കൊടുക്കാം. സവോള നല്ല പൊടിയായിട്ട് അരിഞ്ഞ കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. സവോളയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ ആ റോസ്മെല്ലൊക്കെ മാറി ഇതുപോലെ ചെറുതായിട്ട് കളറൊക്കെ ചേഞ്ച് ചെയ്ത് വരുന്ന ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ചേർക്കുന്നത് മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ മുളക് പൊടി, എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഫ്രഷായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതാകുമ്പോൾ കുറച്ചും കൂടി നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ പച്ചമുളകും മുളക് പൊടി കുരുമുളക് പൊടിയും ചേർത്തിരിക്കുന്ന കാരണം കൊണ്ട് തന്നെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഇന്ന് എരിവ് കണക്ക് കൂട്ടിയിട്ട് ഇടാനായിട്ട്. അപ്പോൾ എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടി ചേർക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഇത് ജസ്റ്റ് ഇതൊന്ന് എണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുരക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ മുളക് പൊടിയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് എണ്ണയിൽ വഴണ്ടി കിട്ടും. ഉടനെ തന്നെ നമുക്കിത് ചുരക്കയിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് എല്ലാ സൈഡിലേക്കും മസാല ആവത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം സവാള വഴറ്റുമ്പോഴൊന്നും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ചുരക്ക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. നമുക്ക് വെള്ളമൊഴിച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാനിപ്പോൾ ഒരു ചോറിൻ്റെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കുന്ന കാരണം കൊണ്ട് തന്നെ ഒട്ടും വെള്ളമില്ലാതെയാണ് ഞാൻ ആവിയിലാണ് വേവിക്കാനായിട്ട് പോകുന്നത്. പിന്നെ നിങ്ങൾക്കൊന്നും കുഴഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് ചുരക്ക വേവിക്കാവുന്നതാണ് കേട്ടോ. ശരിക്കും വേവിക്കേണ്ട ആവശ്യമില്ല. അത് പടവലങ്ങയൊക്കെ പോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുന്ന ഒരു പച്ചക്കറിയാണ്. ജസ്റ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുത്താൽ അത്രയും നല്ലതാണ്. ഒട്ടും വെള്ളമില്ലാതെ വെക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഒട്ടും വെള്ളമില്ലാതെ ആണല്ലോ ഇത് വേവിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതിൽ നിന്ന് ചുരക്കിൽ നിന്ന് കണ്ടില്ലേ, കുറേശ്ശെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു വെള്ളത്തിൽ തന്നെ നിന്ന് ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. അത്രയും മതി. ശരിക്കും നമ്മളിതൊരു സൈഡ് ഡിഷായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കുന്ന കാരണം കൊണ്ട് തന്നെ ഇത് മതിയാവും കേട്ടോ. ഒരു 3-4 മിനിറ്റും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം.
ഇപ്പോൾ ഇത് ഏകദേശം നമ്മുടെ ചുരയ്ക്ക് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി അതൊന്ന് ചുങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ചുരയ്ക്കൊക്കെ ഒന്ന് ചുങ്ങി ഈ ഒരു പാകത്തിന് വേവിച്ചിട്ടെടുക്കാം. ഇത് നന്നായിട്ട് വെന്തുടഞ്ഞു പോയിട്ടൊന്നുമില്ല, കറക്റ്റ് പാകത്തിനാണ് നമ്മളിതുപോലെ എടുത്തിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ചെറിയൊരു പുളിരസത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു തക്കാളി, ഞാനൊരു വലിയ തക്കാളിയുടെ പകുതി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ചെറുതാണെങ്കിൽ ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ലാസ്റ്റ് നമ്മൾ തക്കാളി ചേർക്കുന്നുള്ളൂ, കാരണം തക്കാളി ഓവർ കുക്ക്ഡ് ആവണ്ട. അത് കാരണം കൊണ്ടാണ്. തക്കാളി നന്നായിട്ട് തന്നെ ആകെ കുഴഞ്ഞിട്ടിരിക്കും. അപ്പോൾ അതിനേക്കാട്ടിലും കുറച്ചും കൂടി എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് കുഴയാതെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ബോയിലായിട്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തക്കാളി ഒന്ന് വെന്ത് കിട്ടാനായിട്ട് അധിക സമയമൊന്നും വേണ്ട. ജസ്റ്റ് ഒന്നോ രണ്ടോ മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് ആവിയിലൊന്ന് വേവിച്ചിട്ടെടുത്തിട്ടുണ്ടെങ്കിൽ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വെന്ത് കിട്ടും നമുക്ക്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് 2 മിനിറ്റ് നേരം നമുക്ക് ഇതുപോലെ തന്നെ വെക്കാം. അപ്പോൾ തക്കാളി ആ ഒരു ആവിയിൽ വെന്തോളും. ഇനി നമുക്ക് ഈ ഒരു സമയം നമുക്കിതിലേക്ക് വേണ്ട വറവ് ഇടാം. വറവ് ഇടാനായിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1-1.5 ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് കുറച്ച് ഞാൻ ക്യാമറ നോക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച കാരണം കൊണ്ട് തന്നെ കുറച്ച് കൂടുതലായതുകൊണ്ട് ഇത്രയ്ക്ക് വെളിച്ചെണ്ണ വേണ്ട കേട്ടോ. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് കരിയാതെ നല്ലൊരു പൊട്ടി വരുമ്പോൾ അപ്പോഴേക്കും വറ്റൽമുളക് ഒരു 4 എണ്ണം, പിന്നെ ഒരു 2 കറിവേപ്പില, പിന്നെ 2 പിടി തേങ്ങ, ഒരു കുറച്ച് മതി. ഒരു നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 2 പിടി തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് നല്ല ചുവയ്ക്ക് വറുത്തെടുക്കാം. ഇത് നമ്മുടെ കൂട്ടുകറിക്കൊക്കെ ഉള്ള പോലെ നന്നായിട്ടുള്ള ഒരു വറവാണ്. അപ്പോൾ നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും. നമ്മളെ ഈ കറിയിൽ ജീരകത്തിൻ്റെയും അതുപോലെ കുരുമുളകിൻ്റെ ഒക്കെ ആ സ്മെല്ലും ഒക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് കഴിക്കാനായിട്ട്. ഇത് തേങ്ങ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വറുത്തെടുക്കുക. നമ്മൾ ശരിക്കും കൂട്ടുകറിയൊക്കെ വറുത്തെടുക്കുന്ന പോലെ തന്നെ നല്ല ചുവയ്ക്ക് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ തേങ്ങ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മളുടെ ചുരക്കയിലേക്ക് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വെളിച്ചെണ്ണ ഒഴിച്ചത് കുറച്ച് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഞാനത് കാരണം വെളിച്ചെണ്ണ അധികം എടുക്കുന്നില്ല. അതിൽ നിന്ന് കോരി ഞാൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ചട്ടി ഇറക്കി വെച്ചിട്ട് ചെയ്യണമെന്നില്ല. നമ്മൾ ഇത് ആ തക്കാളി ആവിയിൽ വേവിക്കുന്ന ആ ഒരു സമയം തന്നെ നമുക്കിതിലേക്ക് വറവിടാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ മറ്റേ സ്റ്റവ് തിരക്കായ കാരണം കൊണ്ട് ഞാൻ ഇറക്കി വെച്ചു എന്നുള്ളൂ. ഇനി ഈ വറവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഈ തേങ്ങയുടെ ഈ രുചിയൊക്കെ ഒന്ന് നമ്മളുടെ കറിയിലൊക്കെ ഒന്ന് ഇറങ്ങാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഇത് സ്റ്റൗവിലേക്ക് വെക്കാം. സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇത് തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇപ്പോൾ ഇത് തേങ്ങയും ഇതൊക്കെ ആയിട്ട് നന്നായിട്ട് വന്നിട്ട് നമുക്കിനെ അടച്ചു വയ്ക്കാം. കറി നമുക്ക് വിളമ്പാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. വളരെ വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു കറിയാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.